ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ 1-ാം തീയതി മുതൽ ജമാഅത്തിന്റെ മതരാഷ്ട്രവാദത്തോട് ഇവിടുത്തെ സുന്നി സമൂഹത്തിന് മുഖ്യധാരാ മുസ്ലിമീങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പുകളെ നിശിത വിമർശനങ്ങളായി തന്നെ നാളിതുവരെ അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആ നിലപാടിൽ നിന്നൊരു ഇഞ്ചു പോലും ഇപ്പോഴും ഇവിടെയുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങൾ പിറകോട്ടു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ നിലപാടുകളും വിമർശനങ്ങളും അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം രാജ്യവിരുദ്ധ മതവിരുദ്ധ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ഇപ്പോൾ ചില രാഷ്ട്രീയ ഗതികേടുകളുടെ പേരിൽ ജമാഅത്തിനെ വാരിപ്പുണരേണ്ടി വന്നപ്പോ സുന്നികളുടെ വായ അടപ്പിക്കാൻ വേണ്ടി ചില ന്യായീകരണങ്ങളും യമണ്ടൻ ചോദ്യങ്ങളുമായി അവർ രംഗപ്രവേശനം ചെയ്യുകയാണ്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നലെ മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഷാഫി ചാലിയം എഴുന്നള്ളിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കഴിഞ്ഞകാല LDF ഗവൺമെന്റുകളുടെ സർക്കാർ കമ്മിറ്റികളിൽ അവരുമായി നിങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചിരുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയ ചോദ്യമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാം ഓക്കെ, എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം വിവിധ സർക്കാർ കമ്മിറ്റിയിൽ 5 കൊല്ലം ഇരുന്നത്? എന്റെ ഷാഫി ചാലിയം, നിങ്ങൾക്ക് ഇവിടെയുള്ള സർക്കാർ കമ്മിറ്റികളെ കുറിച്ച് എന്ത് ചുക്കാണ് അറിയുക? ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും ഒക്കെ ഞങ്ങൾ ഇരുന്നാൽ അതിനർത്ഥം അവരെ അതിലേക്ക് തെരഞ്ഞെടുത്തതിനെ, അവർക്കതിൽ പ്രാതിനിധ്യം കൊടുത്തതിനെ ഞങ്ങൾ അംഗീകരിച്ചു എന്നതാണോ? ഈ രാജ്യത്ത് വഖഫ് സ്വത്തായി മാറ്റിവെക്കപ്പെട്ടതിൽ വലിയൊരു വിഭാഗം ഇവിടെയുള്ള ജാറങ്ങളിലേക്ക്, നേർച്ചകളിലേക്ക് നീക്കം ചെയ്യപ്പെട്ടതാണ്. അതെല്ലാം മതവിരുദ്ധമാണ്, അതുമായി ബന്ധപ്പെടുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പറയുന്ന വഹാബി മൗദൂദികൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം കൊടുക്കുന്നതിന് സുന്നികൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. എന്നിട്ടും ഞങ്ങൾ വഹാബികളുടെ കൂടെ വഖഫ് ബോർഡിൽ ഇരിക്കുന്നില്ലേ? ഹജ്ജിന് പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം സിയാറത്ത് ചെയ്യാൻ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത് ദീർഘയാത്രികന് നൽകപ്പെടുന്ന ജമ്മു ഖസറുകളുടെ ആനുകൂല്യം പോലും നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യമാണെന്ന് പറയുന്ന വഹാബികളെ ഹജ്ജ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഇത്തരം വിയോജിപ്പുകൾ ഉണ്ടായിരിക്കെ തന്നെ വഹാബികളുമായും അവിടെയൊക്കെ ഇരിക്കുന്നില്ലേ? അതിനർത്ഥം അവർക്കതിൽ പ്രാതിനിധ്യം കൊടുത്തതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണോ? എങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിൽ BJP-ക്കാരൊപ്പം ഇവിടെയുള്ള മതേതര കക്ഷികൾ വേദി പങ്കിടുന്നത്, ഒന്നിച്ചിരിക്കുന്നത് ആ BJP-ക്കാർ പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ് എന്ന് അംഗീകരിച്ചു എന്ന അർത്ഥത്തിലാണോ? ആ BJP-യുടെ നയനിലപാടുകളോട് അവിടെ പങ്കെടുക്കുന്ന മതേതര MP-മാർക്ക് യോജിപ്പുണ്ട് എന്ന് അതിനർത്ഥം വെക്കാമോ ഷാഫി? താങ്കൾക്ക് എന്താണ് ജനാധിപത്യത്തെ കുറിച്ച് അറിയുക? ഞങ്ങൾ അത്തരം സംവിധാനങ്ങളിൽ വഹാബി മൗദൂദികളുടെ കൂടെ ഇരിക്കുന്നത് അവിടങ്ങളിൽ അവർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത്തരം സംവിധാനങ്ങളെ ദുസ്വാധീനിച്ചുകൊണ്ട് സുന്നി സമൂഹത്തിന് ആദർശപരമായ പ്രബോധനങ്ങൾക്ക് ഒട്ടനവധി പ്രതിസന്ധികൾ ഇന്നലെ അവർ ഉണ്ടാക്കിയതിനെ പ്രതിരോധിക്കാനും അത്തരം കുതന്ത്രങ്ങൾ ഇനി അത്തരം സംവിധാനങ്ങളിൽ വിലപ്പോവാതിരിക്കാനും തന്നെയാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. പുറത്തെന്തിനാണോ അവരോട് ഞങ്ങൾ അടരാടുന്നത്, അതേ ലക്ഷ്യമാണ് അത്തരം അകത്ത് അവരുടെ കൂടെ ഇരിക്കുന്നതിലും ഞങ്ങൾക്കുള്ളത്. അന്നേരം ഒരു ഐത്തമില്ലല്ലോ, അതിന് സമാധാനം പറയാതെ വേറെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഐത്തം എന്നത് ഇസ്ലാമിൽ ഇല്ല. വഹാബി മൗദൂദികളോട് പുറത്തും അകത്തും ഞങ്ങൾക്ക് ഐത്തവുമില്ല. എന്നാൽ വഖഫ് ബോർഡിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും പുറത്ത് മൗദൂദികളോടും വഹാബികളോടും ഞങ്ങൾക്ക് എന്ത് നിലപാടുണ്ടോ ആ നിലപാടിൽ ഒരളവ് പോലും വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ട സാഹചര്യവുമില്ല, കുറക്കാറുമില്ല. മാത്രമല്ല അതൊക്കെ ശക്തമായി ആ വിയോജിപ്പുകളെ പ്രകടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇരിക്കുന്നതും പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നതും. ഇതിന്റെ ഒന്നും അർത്ഥം ജമാഅത്തെ ഇസ്ലാമിയെ വഖഫ് ബോർഡിൽ തെരഞ്ഞെടുത്തതിനെ ഞങ്ങൾ അംഗീകരിച്ചു എന്നല്ല, വഹാബികൾ ഹജ്ജ് കമ്മിറ്റിയിൽ എടുത്തത് ഞങ്ങൾ അംഗീകരിച്ചു എന്നല്ല. ഒരു ജനാധിപത്യത്തിന്റെ രീതികളിൽ ഒരു ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിലെ ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന പരിമിതി ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്നാൽ ഇത്തരം വിശാല ജനാധിപത്യ ബോധമൊന്നും മുസ്ലിം ലീഗുകാർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിച്ച കാലത്തു തന്നെ നിങ്ങളുടെ സർക്കാർ കമ്മിറ്റികളിൽ നിങ്ങൾ അവരെ കൂട്ടിയിരുത്തിയിരുന്നോ? നിങ്ങൾ റമദാനുകളിൽ അടക്കം വിളിച്ചുകൂട്ടിയിരുന്ന നോമ്പ് തുറകളിലും മറ്റ് സൗഹൃദങ്ങളിലും നിശിതമായ വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച കാലത്തും നിങ്ങൾ പോവുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. LDF ഗവൺമെന്റിന്റെ കാലത്തെ ഇത്തരം പ്രാതിനിധ്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്കിനി ജമാഅത്തിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിങ്ങൾ ജമാഅത്തിനെ വിമർശിച്ചുകൊണ്ടിരിക്കെ തന്നെ അത്തരം വല്ല ഇടപാടുകളും നടത്തിയിരുന്നോ ഷാഫി? എങ്കിൽ അത്തരം ഇടപാടുകളുടെ യുക്തി എന്തായിരുന്നു? ജനാധിപത്യ രാജ്യത്തെ അത്തരം സംവിധാനങ്ങളിൽ അതിൻ്റെതായ നീക്കുപോക്കുകളിൽ ഇടപെടാൻ ഒരു മതസംഘടന എന്ന നിലക്കുള്ള പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വിമർശനങ്ങളുടെ മുന്നിൽ ജമാഅത്തിന്റെ മതരാഷ്ട്രവാദത്തെ ന്യായീകരിക്കാൻ
ന്യായീകരിക്കാൻ വന്ന് നിരായുധനായ ഷാഫി ചാലിയം പിന്നെ ലീഗുകാരുടെ സ്വതസിദ്ധമായ ശൈലിയാണ് പുറത്തെടുക്കുന്നത്. പിന്നെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഷാഫിക്ക് പ്രതിരോധമായി കയ്യിലുണ്ടായിരുന്നത്. അധികാരത്തിന്റെ കോലിമുട്ടായി ഊമ്പാൻ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നും തടസ്സമല്ല. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എവിടെയും തടസ്സമാണ്. ആശയപരമായി ഞങ്ങൾ ആ തടസ്സം എല്ലായിടത്തും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കൈയിൽ അധികാരമുട്ടായിയും മറുകൈയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും വെച്ചുകൊണ്ട് നിങ്ങളാണ് അതൊക്കെ ഊമ്പിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇങ്ങോട്ട് വരവ് വെക്കേണ്ട കാര്യമില്ല ഷാഫി. മനസ്സിലായിക്കോളി. കാന്തപുരം വിഭാഗത്തെ കുറിച്ചാണോ ഷാഫി ചാലിയ? നാളെ വിവാദമായ പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരത്തിന്റെ കോലുമുട്ടായി എന്നൊക്കെ ഒരു വിഭാഗത്തെ, അതിൽ പ്രത്യേകിച്ച് വിവാദത്തിന്റെ കാര്യമൊന്നുമില്ല. തെറ്റിയാൽ ഇവരുടെ രീതിശാസ്ത്രങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയുന്നവരാണ് ഇവിടെയുള്ള സുന്നി സമൂഹം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ന്യായീകരിക്കാൻ വന്ന ഷാഫി ചാലിയം വലിയ തത്വങ്ങളും ആ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുക്കൂമത്തെ ഇലായി എന്ന വാദത്തിൽ ഫിൽ ഹിന്ദ് എന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയ കണ്ടുപിടുത്തം. അതുകൊണ്ട് ഇന്ത്യയിൽ മതരാഷ്ട്രവാദം വേണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇലാഹിന്റെ ഭരണം, ദൈവത്തിന്റെ ഭരണം ശരി തന്നെയാണ്. പക്ഷേ ഹുക്കൂമത്തെ ഇലാഹി ഫിൽ ഹിന്ദ് എന്നതിലില്ല. എന്റെ ഷാഫി, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പിന്നെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കണമെന്നാണ് ഇവിടെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മൗദൂദി പുരോഹിതന്മാർ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമിക രാജ്യം വേണമെന്ന് പറയുന്നത് അമേരിക്കയിൽ വേണമെന്നാണോ? അമേരിക്കയിൽ ഇസ്ലാമിക രാജ്യം വന്നാൽ മുസ്ലിമീങ്ങളുടെ തൗഹീദ് ക്ലിയർ ആകുമെന്നാണോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയിലെ ജനങ്ങളെയല്ലേ ഷാഫി അഭിസംബോധന ചെയ്യാനുള്ളത്? എന്തൊരു മാണ് ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ സംസ്ഥാപനം ഫിൽ ഹിന്ദ് എന്നുണ്ടോ? ഇല്ല. ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി സാധ്യമാകുന്ന എല്ലാ ജിഹാദിലും മുസ്ലിമീങ്ങൾ ഏർപ്പെടണം, കഴിഞ്ഞില്ലെങ്കിൽ അതിലായി മരിക്കണം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ്. ആരെയാണ് ഈ വിഡ്ഢിയാക്കുന്നത് ഷാഫി? അത് മനസ്സിലാക്കണം. വിശ്വാസികളെ സംബന്ധിച്ച് ചെന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ നിയമവും വാഴ്ചയും ഒക്കെ ദൈവത്തിനുള്ളതാണ്. ഞങ്ങളെ ദൈവത്തിന്റെ ഒരു ഭരണ സംവിധാനം വരണം എന്നാണ് ഒരു വിശ്വാസി അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത്. എല്ലാ വിശ്വാസികളും ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം വന്നാൽ കൊള്ളാമായിരുന്നു എന്നൊരു മുസ്ലിം മനസ്സിൽ ആഗ്രഹിച്ചതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം? ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വന്നില്ലെങ്കിൽ ഇവിടെ ഇസ്ലാമില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണമില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥകളുടെ ഭാഗമാകാൻ പാടില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം. അങ്ങനെ ആയ ഷാഫി ചാലിയം അടക്കം ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ പുറത്താണ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം. അത് രണ്ടും ആടും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമില്ല ഷാഫി. സ്വന്തം അണികളെ, കുഞ്ഞാടുകളെ ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് പൊട്ടീസാക്കാൻ കഴിയും ഷാഫി. പക്ഷേ നാട്ടിലുള്ള മലയാളികൾ മുഴുവനും താങ്കളുടെ അണികളല്ല എന്ന തിരിച്ചറിവ് ഇത്തരം ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് ഗുണകാംക്ഷയോടെ ഓർമ്മപ്പെടുത്തുകയാണ്.